ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ബേസിക് ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. 1 kg ബേസാണ് കേട്ടോ. ഇതൊരു 2 ടയർ കേക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന 1 kgയുടെ ബേസാണ്. 2 ടയർ കേക്ക് ഒന്ന് 2 kg അതുപോലെ ഒന്ന് 1 kg ആയിരുന്നു. അതിൽ 1 kg ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു ബ്ലാക്ക് ഫോറസ്റ്റിനൊക്കെയുള്ള ബേസ് ചോക്ലേറ്റ് കേക്കിൻ്റെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ള 2 ടയർ കേക്ക് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്, ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിൻ്റെയിലും ചെയ്യാം. ഹൈറ്റ് കുറവായിട്ടുള്ള കേക്ക് വേണമെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിൻ്റെയിൽ ചെയ്യാം കേട്ടോ. അത് ബട്ടർ പേപ്പറൊക്കെ തൂവിയിട്ട് മാറ്റി വെച്ചതാണ്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആ 1 കപ്പ് മൈദയിൽ നിന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 2 ടേബിൾ സ്പൂൺ മൈദ അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 കപ്പ് എടുത്തതിന് ശേഷം അങ്ങനെ മാറ്റി വെച്ചാൽ കറക്റ്റായിട്ട് അളവ് കിട്ടും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആ ഒരു മാറ്റി വെച്ച മൈദക്ക് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എടുക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കുക, നന്നായിട്ട് വടിച്ചിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് അരിച്ചെടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ആദ്യം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അരിച്ചെടുത്താൽ മതി. നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം. അത് നന്നായിട്ട് കമ്പൈൻ ആവുന്ന രീതിയിൽ അരിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 തവണയൊക്കെ അരിച്ചെടുക്കാം. ഞാനിവിടെ 3 തവണ അരിച്ചെടുക്കുന്നില്ല. ആ വിസ്ക് ഉപയോഗിച്ചിട്ട്, വിസ്ക് കയ്യിലുണ്ടെങ്കിൽ ആ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്താൽ തന്നെ കറക്റ്റായിട്ട് അത് മിക്സ് ആയി കിട്ടും. എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക. എന്നിട്ടൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക കേട്ടോ. ആ ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. നല്ല വെള്ളം ഒട്ടും ഇല്ലാത്ത ബൗളായിട്ട് തന്നെ എടുക്കുക. അതുപോലെ മുട്ട നമ്മൾ എടുക്കുന്ന മുട്ടയുമേലും ഒട്ടും വെള്ളം ഉണ്ടാവരുത്. അങ്ങനെ വെള്ളത്തിൻ്റെ ഒരു തുള്ളി അതിൽ വന്ന് പെട്ടാൽ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ ഈ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എവിടെയും ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ 4 മുട്ട ഒഴിച്ചു കൊടുത്ത ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഞാനിത് എടുത്ത സമയത്ത് കുറച്ചൊന്ന് കൂടി, അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എടുക്കുന്ന സമയത്ത് തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് നല്ല തരിയുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ചിട്ട് ചേർത്താൽ മതി. 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്താൽ മതി. അപ്പോൾ ഇത് തരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർക്കുക. അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആകുമ്പോഴേക്ക് ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരികയും ചെയ്യും. പഞ്ചസാര മെൽറ്റ് ആകുമ്പോഴേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വരും കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ കൂടുതൽ ബീറ്റ് ചെയ്യരുത്, അപ്പോൾ നമ്മുടെ ബാറ്റർ ലൂസായി പോവും. അതിനുശേഷം പിന്നെ ബീറ്റർ അങ്ങ് ഒഴിവാക്കിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ വീഡിയോ സ്പീഡ് കൂട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെ മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി, നല്ല സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുക്കരുത്. അതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക. നല്ല സ്പീഡിൽ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്താൽ ബാറ്റർ കറക്റ്റായിട്ട് നമ്മുടെ ആ ഫ്ലഫിനെസ് ഒക്കെ പോകും. ആ മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് ആ ഫ്ലഫിനെസ് പോവരുത്. ഇതാ ഇതുപോലെ ആയിരിക്കണം നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. എന്നിട്ട് നമ്മളിത് ഗ്രീസ് ചെയ്തിട്ടുള്ള പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇതിന് മുന്നേ നമ്മൾ ഓവനിലാണെങ്കിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പാന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോസൊക്കെ ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഓവനിലാട്ടോ ചെയ്യുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ ബാറ്റർ ഒഴിച്ചെടുത്തതിന് ശേഷം ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്ത ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ല കേട്ടോ, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതൊരു 30 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. 30 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കുക. തണുത്ത ശേഷം ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഡിമോൾഡ് ചെയ്തെടുക്കുന്നു. അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 7 ഇഞ്ചിൻ്റെ ആവുമ്പോഴേ ഇത്ര ഹൈറ്റ് കിട്ടുള്ളൂ. 8 ഇഞ്ചിൻ്റെ ആവുമ്പോൾ ഇത്ര ഹൈറ്റ് കിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ച് കേക്കാണ്. ഞാനിതൊരു 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഐസിങ്ങും കാര്യങ്ങളൊക്കെ ആ 2 ടയർ കേക്കിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് അതുടനെ വരുന്നതായിരിക്കും. താല്പര്യമുള്ളവർ അടുത്ത വീഡിയോയിൽ അത് കാണാം കേട്ടോ.
അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ രീതിയിൽ സ്പോഞ്ച് കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഏതെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ടുള്ള ഫോട്ടോ നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാം കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് അയച്ചു തരാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിൽ അയച്ചു തരാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്